പത്തനംതിട്ടയിൽ കാട് കയറിയ പിടിയാന വീണ്ടും കല്ലാറിനടുത്തെത്തി. പിടിയാനയ്ക്കൊപ്പം ആനക്കുട്ടിയുമുണ്ട്. പത്തനംതിട്ട തണ്ണിത്തോട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുന്നുണ്ട്. ശ്രീജിത്ത് വീണ്ടും ഇറങ്ങിയല്ലേ? ഹാഷ്മി വീണ്ടും ഇറങ്ങി. അല്പസമയം മുമ്പ് നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടുത്തെ RRT സംഘമാണ്, റാന്നി RRT സംഘമാണ്. അവർ ഇവിടെ എത്തി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാൽ അവർ കൃത്യമായ രീതിയിൽ ഇതിനെ കാട് കയറ്റാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവർ അവരുടെ ആയുധങ്ങളൊക്കെ ആയിട്ട് സജ്ജീകരണങ്ങളൊക്കെ ആയിട്ട് അവർ നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. സ്കോന്നി സ്ട്രൈക്കിംഗ് ഫോഴ്സിലെ ഉദ്യോഗസ്ഥരും ഇതിനോടൊപ്പം ഉണ്ട്. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങോട്ട് ജനവാസ മേഖലയിലേക്ക് നേരത്തെ ഒരു ആന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പക്ഷേ ഒരു കുട്ടിയാനയുമായി വരുന്നൊരു കാഴ്ചയാണ്. അത് പ്രധാനമായും ജനവാസ മേഖലയിലേക്ക് അതിന് എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഹാഷ്മി. അതുകൊണ്ടാണ് അതിങ്ങനെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു. അത് പടക്കം പൊട്ടിച്ചിട്ടും പോകുന്നില്ല. അപ്പോഴാണ് നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് ആനയെ പടക്കം പൊട്ടിച്ച് തീയൊക്കെ കത്തിച്ച് നാട്ടുകാരും അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ അതിനെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തൊട്ടപ്പുറത്തുനിന്ന് ആനക്കുട്ടി ഓടി ഇറങ്ങി വന്ന് ആനയ്ക്ക് വഴി കാട്ടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ആ ദൃശ്യങ്ങളടക്കം നമ്മുടെ ക്യാമറമാൻ സഞ്ജയ് ഇക്ബാൽ പകർത്തിയിരുന്നു. എന്തായാലും അങ്ങനെയൊക്കെയാണ് ആന ഇവിടെ ഈ ജനവാസ മേഖലയിലൂടെ ഒരു 3 ദിവസമായി വിഹരിക്കുന്നത്. ഇന്നലെ മാത്രം കണ്ട രസകരമായ കാഴ്ച കൗതുകമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് കുറച്ച് വിഷമമുള്ള കാഴ്ചയാണ്. ഒരു ദിവസം മിനിഞ്ഞാന്ന് രാത്രി മുതൽ ഇന്നലെ രാത്രി 9:30 മണി വരെ, അത് ഏതാണ്ട് കൃത്യം ഒരു ദിവസം അല്ലെങ്കിൽ 24 മണിക്കൂർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആ സമയം വരെയും ഈ ആന ഒറ്റയ്ക്ക് ആ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിലൂടെ നടക്കുന്നൊരു സാഹചര്യം. അപ്പോൾ എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ആക്രമിക്കാനുള്ളൊരു സാധ്യത ഈ മുന്നിൽ കാണുന്നത്. അതുകൊണ്ടാണ് RRT സംഘവും സ്ട്രൈക്കിംഗ് ഫോഴ്സും ഒക്കെ ഇവിടെ ഇപ്പോൾ തന്നെ സജ്ജമായി നിൽക്കുന്നത്. എന്തായാലും തണ്ണിത്തോട് അസിസ്റ്റന്റ് ഫോറസ്റ്റ് ഓഫീസർ അജയൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ മുതൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരിവിടെ തന്നെ തുടരുകയാണ്. എന്തായാലും സ്ട്രൈക്കിംഗ് ഫോഴ്സ് അംഗങ്ങളുടെ ചിലരുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ തേടാം. സാറേ, അവർ ചില പ്രതികരണങ്ങളൊക്കെ തേടണമെന്നുണ്ട്. പക്ഷേ അപ്പുറത്തെ മേഖലയിലാണ് അവർ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നിൽക്കുന്നത്. എന്തായാലും വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ജനവാസ മേഖലയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത എത്രത്തോളം കാണുന്നു? ജനവാസ മേഖലയിൽ ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. രാവിലെ ഒന്ന് ശ്രമിച്ചായിരുന്നു ഇറങ്ങാൻ വേണ്ടി. നമ്മൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടി എന്തായിരിക്കും കാരണം? ഇതിന് നമ്മൾ കാണുമ്പോൾ എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. അത് ഡോക്ടർ ഇന്നലെ പരിശോധിച്ചിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഡോക്ടറിനെ വിശദമായിട്ട് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും അതിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കണ്ണിനൊക്കെ കാഴ്ച കുറവുണ്ടെന്നോ അതിന് എന്തൊക്കെ വിഷയങ്ങൾ. അതായത് ഞങ്ങളിപ്പോൾ നോക്കുന്ന സമയത്ത് ആനക്കുട്ടിയായിട്ട് ഇങ്ങോട്ട് കയറി വരുന്ന, പിന്നെ രണ്ടാമത് ആനക്കുട്ടി വന്നിട്ട് തിരിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നു, അങ്ങനെയൊക്കെയാണ് കണ്ടത്. പിന്നെ പടക്കം പൊട്ടിച്ചിട്ടും അത് ഈ പറയുന്നത് പോലെ മാറാൻ തയ്യാറാവുന്നു. അതില്ല, അത് എന്തൊക്കെ ഗുരുതര പ്രശ്നങ്ങളുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മളിപ്പം പ്രയോറിറ്റി നൽകുന്നത് ഇങ്ങോട്ട് ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാതിരിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്. ഡോക്ടർ വരും. ഇന്നലെ ഡോക്ടേഴ്സ് വന്ന് പരിശോധിച്ചിരുന്നു. പത്തനാപുരത്ത് നടക്കാനുള്ള ഡോക്ടേഴ്സ് വന്ന് പരിശോധിച്ചിരുന്നു. ആ ഡോക്ടേഴ്സ് പറഞ്ഞത് 35 വയസ്സോളം പ്രായം ഈ ആനയ്ക്ക് ഉണ്ട് എന്ന് തന്നെയാണ്. 35 വയസ്സോളം പ്രായം ഈ ആനയ്ക്കുണ്ട്. എന്തായാലും ആനകൾ എന്ന് വേണം പറയാൻ, കാരണം 2 ആനകളുണ്ട്. തൊട്ടപ്പുറത്ത് മുകളിൽ മറ്റൊരു ചിഹ്നം വിളി കൂടി കേൾക്കുന്നുണ്ട്. അപ്പോൾ ആനക്കൂട്ടം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വനംവകുപ്പിന് നേതൃത്വമുള്ള സംഘം എല്ലാം സജ്ജമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആളുകൾ ചെറിയ ആശങ്കയിലാണ്. ഏതെങ്കിലും തരത്തിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാൽ കുട്ടികളൊക്കെ ഉള്ളതാണ്, അത് ബുദ്ധിമുട്ടാവുമെന്നാണ് പറയുന്നത്. എന്തായാലും ആനയെ തുരത്താൻ അല്ലെങ്കിൽ ആനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ അത് പരിശോധിക്കാൻ ഡോക്ടേഴ്സ് അടക്കമുള്ള ആളുകൾ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. ഹാഷ്മി.